പാതിവില തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. ജില്ലയിലെ കേസുകളെക്കുറിച്ച് അന്വേഷിക്കാനും തെളിവുകൾ സ്വീകരിക്കാനുമാണ് കസ്റ്റഡിയിൽ വാങ്ങുക. ജില്ലയിൽ മാത്രം 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിവരം. എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷാജി, 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ആലപ്പുഴ ജില്ലയിൽ മാത്രം നടത്തുന്നു. ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലൊരു കസ്റ്റഡി അപേക്ഷയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനവും ക്രൈംബ്രാഞ്ചിന്റെ. തീർച്ചയായിട്ടും നിമിഷ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ചേർത്തല കോടതിയിൽ നിന്നും അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുക. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ഒട്ടനവധി തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. പൂച്ചാക്കൽ സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഏതാണ്ട് 1000-ഓളം കേസുകളുണ്ട്. ഇത്തരത്തിൽ ജില്ലയിലെ മൊത്തത്തിലുള്ള കേസുകൾ പരിശോധിക്കുകയും ആരൊക്കെ ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അനന്തകൃഷ്ണനുമായിട്ട് ചേർന്ന് മറ്റ് തട്ടിപ്പുകളിൽ ഇടപെട്ടിട്ടുള്ളവരുണ്ടോ, ഇത്തരം കേസുകളൊക്കെ തന്നെ നേരിട്ട് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കസ്റ്റഡിയിൽ 2 ദിവസം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ കേസിൽ മറ്റ് പ്രതികൾ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാകുള്ളൂ. എന്തായാലും ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചേർത്തല കോടതിയിൽ അല്പസമയത്തിനകം പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം ഡിവൈഎസ്പി കസ്റ്റഡിയിൽ വാങ്ങും. ശരി, ഷാജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാതിവില തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ചേർത്തല കോടതിയിൽ ഇത് സംബന്ധിച്ച അപേക്ഷ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കും കോടതി.